അസ്സലാമു അലൈക്കും. നമുക്കറിയാം, വളരെയധികം സങ്കടത്തിലാഴ്ത്തിയ ഒരു ദുരന്തമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത്. വളരെയധികം വേദനാജനകമായ ഒരു സംഭവം. ഒരുപാട് ആളുകൾ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ആകാശത്തേക്ക് പറന്നുയർന്ന ആ ഓരോ പ്രിയപ്പെട്ട സഹോദരങ്ങളും മരണപ്പെട്ടു പോയി. ആ വിമാനത്തിലുണ്ടായിരുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ കഥകൾ പറയാനുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും നൊമ്പരങ്ങളുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരുപാട് കഥകൾ. നമുക്കറിയാം, ഈ ഒരു വിമാന ദുരന്തമുണ്ടായപ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. നമുക്കറിയാം, മരണത്തെ ഈ ലോകത്ത് നമുക്ക് ആർക്കും തടുക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ്റെ മരണത്തിനുള്ള സമയമായി കഴിഞ്ഞാൽ, സമയമെത്തിയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു മുസ്ലിം മതവിശ്വാസി സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ മരണവും അവൻ്റെ ജനനവും എല്ലാം നിശ്ചയിക്കുന്നത് പടച്ച റബ്ബായ അല്ലാഹുവാണ്. നിങ്ങൾ ഏതു വലിയ കൊട്ടാരക്കെട്ടുകൾക്കുള്ളിൽ ഒളിച്ചാലും മരണം നിങ്ങളെ ഒരു നാൾ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ അപ്രതീക്ഷിതമായിക്കൊണ്ട് ഒരു മനുഷ്യനെ മരണം പിടികൂടുകയാണ്. എന്നാൽ അതുപോലെ തന്നെ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന മനുഷ്യനെ ആ മരണത്തിൽ നിന്നും മാറ്റി ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനും അവൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കാനും പടച്ചറബിന് കഴിയുമെന്നുള്ളതാണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു അത്ഭുതമാക്കപ്പെട്ടൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാവരും കേട്ടത്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതം എന്നൊക്കെയാണ് ഒരുപാട് ആളുകൾ ഈ ഒരു വാർത്തയ്ക്ക് താഴെ കമൻ്റ് ഇട്ടത്. നോക്കൂ, ഒരു വിമാന ദുരന്തത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇതാണ് ഭൂമി ചൗഹാൻ എന്ന് പറയുന്ന പെൺകുട്ടി. ഈ പെൺകുട്ടി ഈ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട പെൺകുട്ടിയായിരുന്നു. എയർപോർട്ടിലേക്ക് ലണ്ടനിലേക്ക് യാത്ര ചെയ്യാനെത്തിയ ഈ പെൺകുട്ടി ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയത് കാരണം 10 മിനിറ്റ് വൈകി. വിമാനം റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നതിനാൽ അവളെ കയറാൻ അനുവദിച്ചില്ല. ഉച്ചയ്ക്ക് 1:30 അവൾ വിമാനത്താവളത്തിൽ നിന്നും മടങ്ങി. ആ വിമാനമാണ് 1:38 പറന്നുയരുകയും 2 നിമിഷങ്ങൾക്കുള്ളിൽ തകർന്ന് തീഗോളമായി മാറിയതും. നോക്കി, ഇത്ര അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഇവിടെയാണ് നാം പലപ്പോഴും ദൈവത്തിൻ്റെ കയ്യൊപ്പ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധി എന്നൊക്കെ നാം പറഞ്ഞു വെക്കുന്നത്. മാത്രവുമല്ല, ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അത് വാർത്താമാധ്യമങ്ങളിലൂടെ കേട്ട് കാണും. ഈ പെൺകുട്ടി വിമാനത്തിൽ കയറുന്നതിന് മുമ്പാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എങ്കിൽ, ഇവിടെ നോക്കൂ, മറ്റൊരു യുവാവ്, ആ വിമാനത്തിൽ യാത്ര ചെയ്ത യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ട മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും മരണപ്പെട്ടു പോയി. പക്ഷേ ആ വിമാനത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തിയായിരുന്നു രമേശ് വിശ്വാസ് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ. UK മാഞ്ചസ്റ്ററിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇദ്ദേഹം വിമാനത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു എന്നാണ് ആദ്യമൊക്കെ പറഞ്ഞു വെച്ചത്. എന്നാൽ അദ്ദേഹം ചാടി രക്ഷപ്പെട്ടതല്ല, നേരെ മറിച്ച് ആ ഒരു വിമാനത്തിനകത്തു നിന്നും അദ്ദേഹം പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം പിന്നീട് പറഞ്ഞു വെച്ചത്. നോക്കി, ഇവിടെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഇത്രയധികം മനുഷ്യർക്കിടയിൽ നിന്നും ദൈവം ആ ഒരു മനുഷ്യൻ്റെ ആയുസ് മാത്രം നീട്ടിക്കൊടുക്കുന്നു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ വിമാനത്തിൽ യാത്ര ചെയ്ത ഓരോ ആളുകൾക്കും അവരവരുടേതായ നൊമ്പരത്തിൻ്റെയും ഒക്കെ കഥ പറയാനുണ്ട്. അതിലൊരു കുടുംബത്തിൻ്റെ കഥ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ക് തകർന്നുപോയി. ഇതാണ് ആ കുടുംബം. ലണ്ടനിലെ ഭർത്താവ് ഡോക്ടർ പ്രതീഷ് ജോഷിയുടെ അടുത്തേക്ക് താമസം മാറാൻ വേണ്ടി ഉദയ്പൂരിലെ ആശുപത്രിയിലെ ജോലി ഉപേക്ഷിച്ച ഡോക്ടർ കോമി വ്യാസിനും അവരുടെ 3 മക്കൾക്കും ഇതൊരു പുതിയ തുടക്കമായിരുന്നു. അവരുടെ മുഖത്തെ സന്തോഷം ആ ഫോട്ടോയിൽ വ്യക്തമായിരുന്നു. ദുരന്തം സംഭവിച്ച വിമാനത്തിൽ ഡോക്ടർ ജോഷി എടുത്ത സെൽഫിയിൽ അദ്ദേഹവും ഭാര്യയും ഒരു വശത്ത് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറുഭാഗത്ത് അവരുടെ ഇരട്ടക്കുട്ടികളായ ആൺമക്കളും മൂത്ത മകളും ഇരിക്കുന്നുണ്ട്. കുടുംബവുമായി അടുത്ത ബന്ധമുള്ളവർ പറയുന്നതനുസരിച്ച് ഡോക്ടർ കോമി വ്യാസും ഡോക്ടർ പ്രതീക് ജോഷിയും ഉദയ്പൂരിലെ പസഫിക് ഹോസ്പിറ്റലിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. ഡോക്ടർ ജോഷി കുറച്ചുകാലം മുമ്പ് ലണ്ടനിലേക്ക് താമസം മാറിയിരുന്നു. കുടുംബത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി ഈ ആഴ്ച ആദ്യം അദ്ദേഹം രാജസ്ഥാനിലെ ബൻസ്വാറയിലേക്ക് വന്നിരുന്നു. ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളായ നകുൽ, പ്രത്യുത് എന്നിവർക്ക് 5 വയസ്സും മകൾ മിറയ്ക്ക് 8 വയസ്സുമായിരുന്നു. ഇനി ആ വിമാനത്തിൽ യാത്ര ചെയ്ത മറ്റൊരു സഹോദരിയെക്കുറിച്ചുള്ള ഏറെ വേദനാജനകമായ ഒരു കഥ കൂടിയുണ്ട്. ഇതാണ് ഖുഷ്ബു രാജ് പുരോഹിത്. അഹമ്മദാബാദിൽ വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ ഖുഷ്ബു രാജ് പുരോഹിത് എന്ന നവവധു മരിച്ചുപോയെന്ന് കേട്ടപ്പോൾ ശരിക്കും ഉള്ളിലഞ്ഞുപോയി. ഭർത്താവിനെ കാണാൻ ലണ്ടനിലേക്ക് പോവുകയായിരുന്നു ആ പാവം കുട്ടി. രാജസ്ഥാനിലെ ബലോദര ജില്ലയിലെ അറബ് ഗ്രാമത്തിലാണ് ഖുഷ്ബുവിൻ്റെ വീട്. ഈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു മൻഫൂൾ സിംഗുമായി കല്യാണം നടന്നത്. മൻഫൂൾ ലണ്ടനിൽ പഠിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി ഭർത്താവിനെ കാണാൻ പോയതായിരുന്നു ഖുഷ്ബു. ആ യാത്രയിലാണ് ആ സഹോദരി മരണപ്പെട്ടു പോകുന്നത്. ഇതുപോലെ ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് സ്വപ്നങ്ങൾ,
അതൊക്കെ ആഗ്രഹിച്ച് യാത്ര ചെയ്തവരാണ് മരണപ്പെട്ടുപോയി എന്നുള്ളത് നമുക്കൊരിക്കലും സഹിക്കാൻ പോലും കഴിയുന്നില്ല. ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും പത്രവാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഓരോ വാർത്തകളും ഏറെ വേദനാജനകമായ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു പ്രയാസങ്ങൾക്കിടയിലും വേദനകൾക്കിടയിൽ പോലും മനുഷ്യത്വമില്ലാത്ത കുറേ ചെന്നായ്ക്കൾ, അവന്മാരെ മനുഷ്യനെന്ന് വിളിക്കാൻ കഴിയില്ല, രക്തം കുടിക്കുന്ന ചെന്നായ്ക്കൾ, ഈ മരണപ്പെട്ടുപോയ മനുഷ്യരെക്കുറിച്ച് വളരെയധികം മോശമായിക്കൊണ്ട് നടത്തുന്ന കുറേ പരാമർശങ്ങൾ അവർ സമൂഹമാധ്യമങ്ങളിൽ കൂടി കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്തവൻ മറ്റാരുമല്ല, ഒരു മലയാളിയാണ്. മലയാളിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ദുരന്തത്തിൽ രഞ്ജിത എന്ന് പറയുന്ന ഒരു സഹോദരി മരണപ്പെടുകയുണ്ടായി. തൻ്റെ നാട്ടിലുള്ള വീട് പണി എത്രയും വേഗം പൂർത്തിയാക്കാൻ, ആ ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ വിദേശത്തേക്ക് ജോലിക്കായി പോയതാണ് ആ സഹോദരി. അപ്പോഴാണ് ആ സഹോദരിയെ മരണം പിടികൂടുന്നത്. പക്ഷെ ആ സഹോദരിയെ പോലും വെറുതെ വിടാതെ ആ സഹോദരിയുടെ പേരിലുള്ള നായർ കണ്ടെത്തി, അതിലും ജാതിയും മതവും രാഷ്ട്രീയവും കണ്ടെത്തി അവിടെ വർഗീയത ഉണ്ടാക്കാൻ ചില വർഗീയവാദികൾ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വർഗീയവാദിയാണ് ആ സഹോദരിയെ കളിയാക്കിക്കൊണ്ട് മരണപ്പെട്ടുപോയ ആ ഒരു സഹോദരിയെ വളരെയധികം പരിഹസിച്ചുകൊണ്ടുള്ള ചില കമന്റുകൾ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത്. ആ വർഗീയവാദിയിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: ഓരോ ഓട്ടോ ഡ്രൈവറെ പോലെയാണ് പൈലറ്റ് പെരുമാറിയത്. ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്ത് ഇടിച്ചിറക്കി. കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു. കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞു UK പോയതാണ്. ഒന്നും തോന്നുന്നില്ല, എല്ലാവർക്കും ആദരാഞ്ജലികൾ. എന്നിട്ട് താഴെ മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു. കേരള സർക്കാർ ജോലി നൽകിയ അവർ ലീവ് എടുത്ത് വിദേശത്ത് സാധനം തേടിപ്പോയി. കിട്ടേണ്ടത് കിട്ടി. ഇതേ നരാധവന്റെ മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്കറിയില്ലേ? വലിയ സാധനം നോക്കി പോയതാണ്. നോക്കൂ, തന്നെ സ്വന്തം മതത്തിൽപ്പെട്ട, സ്വന്തം വിശ്വാസത്തിൽപ്പെട്ട ആ ഒരു പെൺകുട്ടി മറ്റൊരു ജാതിയിലായതുകൊണ്ട് ആ പെൺകുട്ടിയെ വളരെയധികം മോശമായിക്കൊണ്ട് പരിഹസിക്കുകയാണ് ഈ ചെന്നായി. നോക്കി, ഇവനൊരു മുതിർന്ന റവന്യൂ ഉദ്യോഗസ്ഥനാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള വളരെയധികം മൃഗീയമായിക്കൊണ്ട്, വളരെയധികം മോശമായിക്കൊണ്ട് ആ സഹോദരിയോട് ഇത്തരത്തിലുള്ള കമന്റുകളുമായി രംഗത്തെത്തിയത്. എന്തായാലും ഇവനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസീൽദാറായ പവിത്രൻ എന്ന് പറയുന്നവനെയാണ് ഇത്തരത്തിൽ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ കൊണ്ടൊക്കെ എന്ത് തേങ്ങയാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇവനെയൊക്കെ ഇത്തരത്തിൽ മനസ്സിൽ വിഷമുള്ള, വർഗീയ വിഷമുള്ള ഇവനെയൊക്കെ ആ ഒരു ജോലി നിന്നും പിരിച്ചുവിടേണ്ടതാണ്. ഡിസ്മിസ് ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. സസ്പെൻഷൻ കഴിഞ്ഞ് കുറച്ചു മാസം ലീവൊക്കെ എടുത്ത് സുഖിച്ച് തിരിച്ച് വീണ്ടും ഡ്യൂട്ടിയിലേക്ക് കയറുന്നു. വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ഒരു വർഗീയതയും വിദ്വേഷവും മനസ്സിൽ പേറിക്കൊണ്ട് ഇതുപോലെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുപോലെയുള്ള ആളുകളെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതോടൊപ്പം മറ്റൊരു വാർത്ത കൂടി ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വാർത്തയാണ്. അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഗുജറാത്തിലെ ഒരു പത്രത്തിൽ വന്നൊരു പരസ്യം. കെട്ടിടം തുളച്ചു കയറിയ എയർ ഇന്ത്യ വിമാനം. ഇതായിരുന്നു ആ പരസ്യം. ആ പരസ്യം പ്രസിദ്ധീകരിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഗുജറാത്തിലെ പ്രശസ്തമായ മിഡ് ഡേ എന്ന പത്രത്തിലാണ് ഈ ഒരു പരസ്യം വന്നത്. എയർ ഇന്ത്യ വിമാനം ഒരു കെട്ടിടത്തിന് ഉള്ളിലൂടെ തുളച്ച് പുറത്തേക്ക് വരുന്ന രീതിയിലായിരുന്നു പരസ്യം. അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ബോയിങ് 787 ഡ്രീം ലൈനർ തകരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ പത്രം പ്രസിദ്ധീകരിച്ചത്. അപകടത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തിറക്കിയ പരസ്യം ഇപ്പോൾ ഏറെ ചർച്ചയാവുകയാണ്. കാരണം BJ മെഡിക്കൽ കോളേജ് UG ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയ അതേ രീതിയിലായിരുന്നു എയർ ഇന്ത്യ വിമാനവും കിടന്നിരുന്നത്. കിഡ്സാനിയ എന്ന സ്ഥാപനത്തിന്റെ പരസ്യമാണത്. മിഡ് ഡേ പത്രത്തിന്റെ പ്രധാന പേജിൽ ആകർഷകമായ രീതിയിലാണ് പരസ്യമുള്ളത്. ഏതായാലും ഈ ഒരു പരസ്യം വലിയ ചർച്ചയാവുകയാണ്. എല്ലാം നേരത്തെ എന്തോ മുൻകൂട്ടി കണ്ടതുപോലെ ഈ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊരു നിശ്ചയവുമില്ല, ഒരു പിടിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.